ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ ബീറ്ററും കണ്ടൻസ്ഡ് മിൽക്കും ഒന്നുമില്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാനില ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഗ്യാസ് ഓൺ ചെയ്യാതെ നമ്മൾ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. തണുത്ത പാലാണ് കേട്ടോ, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരൻ്റെ കറക്റ്റ് മെഷർ എന്ന് പറയുന്നത് ടേബിൾ സ്പൂൺ വൈസ് പറയുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ, കപ്പ് വൈസ് ആണെങ്കിൽ 1/4 കപ്പ് നിറയെ വേണ്ട. കാരണം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഐസ്ക്രീം നല്ല മധുരമായിട്ട് കിട്ടും, ചിലത് മധുരം കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം കോൺഫ്ലവർ ചേർത്ത് എടുത്താൽ തന്നെ പെട്ടെന്ന് കട്ട പിടിച്ച് വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോൺഫ്ലവറിൻ്റെ പച്ച ചൊവയൊന്നും മാറാതെ പെട്ടെന്ന് തന്നെ വറ്റി കുറുകി വരുന്ന ആ ഒരു ടെക്സ്ചർ ആവും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എങ്കിലേ ആ ഒരു കോൺഫ്ലവറിൻ്റെ പച്ച ചൊവയൊക്കെ മാറിയിട്ട് ആ പൊടിയൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് സമയം തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയൊന്നും എടുക്കണ്ട. കാരണം കോൺഫ്ലവർ ചേർത്താണ് പെട്ടെന്ന് തന്നെ ടൈറ്റായി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ 1 കപ്പ് പാലൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് തിളച്ചൊന്ന് കുറുകി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, കൈ എടുക്കാതെ തന്നെ. ഇപ്പം നമ്മുടെ കോൺഫ്ലവർ കണ്ടില്ല, നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല നമുക്ക് ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാൻ ബീറ്റർ ആവശ്യമില്ലയെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആ ഒരു തണുത്ത സമയം തന്നെ കണ്ടില്ല, കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ ഗ്രോസറീസിലും അവൈലബിൾ ആണ്. തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ക്രീം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ടീസ്പൂണാണ്, അത് മാറിപ്പോയരുത്, ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കേണ്ടത്. മുകളിലായിട്ട് കണ്ടില്ലേ ഈ ഒരു പതവ് വന്ന പോലെ ചെറിയ ചെറിയ ബബിൾസ് പോലെ ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു പത വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് മിക്സ് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിതിപ്പോൾ രാത്രിയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ രാവിലെ ഇതെടുത്ത് ചെക്ക് ചെയ്യുള്ളൂ. അതുപോലെ ഒരു ഓവർനൈറ്റ് ഒരു 5-8 മണിക്കൂർ എന്തായാലും സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെയാണ് കേട്ടോ ഇപ്പോൾ എടുത്ത് ചെക്ക് ചെയ്യുന്നത്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുക കമഴ്ത്തിയിട്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ പുറത്തുമേ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എങ്കിലല്ല നമുക്കിത് പ്ലേറ്റിലേക്ക് പെട്ടെന്ന് വിട്ടുള്ളൂ ഈ ഒരു പാത്രത്തിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടില്ല, ഈ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമായിട്ടും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ബീറ്ററിലൊക്കെ ചെയ്തെടുത്ത ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഒക്കെ ആ ഒരു പെർഫെക്ഷൻ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബീറ്ററൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഐസ്ക്രീം ഒന്നും തയ്യാറാക്കാതെ നിൽക്കണ്ട. ഈ ഒരു വാനില ഐസ്ക്രീമൊക്കെ ഈസി ആയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ല, നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സെയിം പെർഫെക്ഷൻ തന്നെ ഇല്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സെയിം ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കറക്റ്റ് അളവും ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈസി, ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട്
തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. കണ്ടില്ലേ, വിരലുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീം ഉണ്ടാവാറ്. ആ ഒരു സെയിം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്